ബലൂണെല്ലാം മടിയിൽ വെച്ചു. ബലൂണും സഞ്ചിയെല്ലാം മടിയിൽ വെച്ചു. കൈ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ പിടിച്ചില്ലേ? കൈ ഇങ്ങനെ പിടിച്ചോ? തിരിച്ചു പിടിച്ചില്ലേ? മാഷ് ചെയ്യുന്ന ആദ്യം നോക്കിയേ. ആദ്യം നോക്കിയേ. 1 2 3 അപ്പൊ 1 2 3 പറഞ്ഞിട്ട് ഈ പിടിച്ച വരെ ടേ എന്ന് വിടുക. പിന്നെ ടോ എന്ന് പറഞ്ഞ് 3 പേരും വിടുക. ഓക്കെ റെഡി? കൈ പിടിക്ക്, തിരിച്ചു പിടിക്ക്. ശരി പറഞ്ഞോ. 1 2 3 1 2 3 പൊട്ടിയില്ല? പൊട്ടിക്കൂലേ? ഓക്കെ. ഇപ്പൊ ഇനിയെന്തോ ബാക്കിയുണ്ടല്ല. പാട്ട് കഴിഞ്ഞു, കളി രണ്ടെണ്ണം കഴിച്ചു. പിന്നെ ബാക്കി എന്നാല് നിങ്ങൾക്ക് എല്ലാവരും അറിയുന്ന ഒരു കഥ. ആനയും വഴി കഥ കേട്ടില്ല? വേറെ കഥ മതിയാ? ആനയും വഴി കഥ മോൻ അറിയല്ലോ. പള്ളി വെച്ചിട്ട് ആരാ ജയിച്ച്? ആമയാ? ആമയാ? എത്ര പേര് ഓട്ടക്കാരനായ മുകളിൽ ഉണ്ടായിട്ടാ? എന്നാ മാഷ് കഥയൊന്ന് മാറ്റി പറയുന്നു. ആദ്യത്തെ കഥയില്, നിങ്ങൾ കേട്ട കഥയില് അരിയിച്ചു, ആമ ജയിച്ചു. ഇനി ആ കഥയോട് ചേർന്ന് ഒരു സംഭവം ഉണ്ടായി. എന്താണെന്നറിയോ? ഇങ്ങനെ ഒട്ടക്കാരനും പുള്ളിക്കാരനും ഒട്ടക്കാരനും ഒക്കെ അല്ലേ? അപ്പൊ ഈ ജയിച്ച ആമേന ഒരു ദിവസം മുയല് കണ്ടു. അത് ബാക്കിയാണേ. മുയല് കണ്ടു. കാണുമ്പോൾ തന്നെ മുയലും മുകളിലും എല്ലാം വെച്ചിട്ടുണ്ട്. ആമയാണെങ്കിൽ ഒരു വലിയ ഗമയില് അല്ലേ? അപ്പൊ മുയലും ലേശൊരു ഗമ വന്നു. നീ അത്ര വലിയ ഗേമെന്നാണ് അന്നെനിക്ക് ചെറിയ അപകടം പറ്റിയാണ്, നമുക്ക് നോക്കാൻ അലേരി വരുന്നോ എന്ന് ചോദിച്ചു. പിന്നെ വിളിച്ചു. ആരേ? മുയല് ആമയോട് പറഞ്ഞു, എന്നെ എന്നോട് കൂടാൻ നിൽക്കുന്നുണ്ടോ? അന്ന് എനിക്ക് ചെറിയ അപകടം പറ്റിപ്പോയി, ഞാൻ കുറച്ച് ശ്രദ്ധ കുറഞ്ഞു പോയി, കുറച്ച് മടി വന്നു പോയി, രണ്ടാമത് വരുന്നോന്ന് ചോദിച്ചു. ആമക്കൊരു ചമ്മല്. ആദ്യം ജയിച്ചതല്ലേ, വെല്ലുവിളി കേട്ടിട്ട് സ്വീകരിക്കാതിരിക്കാൻ പറ്റുമോ? മനമില്ല മനസ്സോടെ ആമക്കറിയാ ഓടിയിരിക്കാൻ, ആമ ഓടിയിരിക്കാൻ മുയലിനോട് ഇല്ല. പക്ഷെ ആമക്ക് സമ്മതിക്കേണ്ടി വരും. ആമ സമ്മതിച്ചു. അപ്പൊ തീയതി നിശ്ചയിച്ചു. ഇത്രാം തീയതി ഇന്ന സ്ഥലത്ത് വെച്ച് വലിയ കുളത്തങ്കരയിൽ തുടങ്ങിയിട്ട് അപ്പുറത്ത് റോഡ് സൈഡിലുള്ള ആൽമരത്തിന്റെ ചോട്ടില് സമാപിക്കണം. അവിടെ കുറച്ച് കാടൊക്കെയുള്ള സ്ഥലമാണ്. കുളത്തങ്കരയിൽ നിന്ന് തുടങ്ങിയിട്ട് അപ്പുറത്ത് റോഡ് സൈഡിലുള്ള ആ ചെറിയ കാട്ടില് ആൽമരത്തിന്റെ വലിയ മരത്തിന്റെ ചോട്ടില് സമാപിക്കണം. ഇതാണ് കണ്ടീഷന്. അപ്പൊ അങ്ങനെയെല്ലാം കൂടി പറഞ്ഞ് ആമക്കാരെ വിഷമായി. ഞാൻ മാഷുവേണ്ടി കഥ പറഞ്ഞു പോവാണ്. ആമക്ക് വിഷമായി. ആമ പോകാനില്ല. ശരിക്കും ആമ പോകാനാവാ. പക്ഷെ ആമ ആദ്യം ജയിച്ചതാണെങ്കിൽ തോറ്റു കൊടുക്കാൻ പറ്റില്ല. പറ്റുവാ? ജയിച്ച് നമ്മൾ തോറ്റു കൊടുക്കരുത്. പറ്റുവാ? പറ്റില്ല. ആമ കൂട്ടുകാരനെ വിളിച്ചു. കൂട്ടുകാരനെ വിളിച്ചിട്ട് സംഗതി ആകെ അപകടത്തിലായാലും ഇപ്പൊ ചെയ്യാം. അപ്പോ ആ കൂട്ടത്തിൽ ഒരു സുഹൃത്ത് പറഞ്ഞു, പേടിക്കണ്ട, അതിന് സൂത്രമുണ്ട്. ഈ പേടിക്കണ്ട, അതിന് സൂത്രമുണ്ട്. നീ ഓടുന്ന സ്ഥലത്ത് നിന്നോ സ്റ്റാർട്ട് ചെയ്യുക, നീ ജയിച്ചിരിക്കും, ഒരു കുഴപ്പമില്ല, ഞാൻ ഏറ്റുന്നു. അങ്ങനെ ഓടുന്ന ദിവസം വന്നു. ആ കാട്ടിലുള്ള എല്ലാ മൃഗങ്ങള്, മാനും മുയലും കുറുക്കനും അതുപോലെ എല്ലാ മൃഗങ്ങളും സിംഹമടക്കം ആ ഓട്ട മത്സരത്തിന് റഫറി ആരാന്നറിയാം? കാക്ക. ആരാ റഫറി? കാക്ക. കാക്ക ഓട്ടം തുടങ്ങിക്കൊണ്ടോ. അപ്പൊ ഈ ഓട്ട മത്സരം കാണാൻ വേണ്ടി കാട്ടിൽ നിറയെ റോഡ് സൈഡിലൊക്കെ കിളികളും പക്ഷികളും വരങ്ങന്മാരും അതുപോലെ മാനും മയിലും എല്ലാം നോക്കി നിൽക്കുകയാണ്. ഓട്ട മത്സരം സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി എല്ലാവരും വന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കാക്ക വന്ന് കാക്ക എന്താ ചെയ്യേണ്ടത്? മൂന്നോട്ടം പറഞ്ഞ് ഓട്ടം തുടങ്ങി. ഓട്ടം ഓടി 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 ആമക്കുണ്ട് ഓടാൻ കഴിയും.
മുയൽ അത്ഭുതമായെങ്കിലും മുമ്പ് തോറ്റ ഓർമ്മയില്ലല്ലോ. തോറ്റ ഓർമ്മയിലും മുയൽ നിർത്താതെ കൂടി കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. ഭയങ്കര ആവേശത്തിൽ എല്ലാ പക്ഷി മൃഗാദികളെല്ലാം ഇപ്പം മുയൽ ജയിക്കും മുയൽ ജയിക്കും മുയൽ ജയിക്കും എന്ന ആവേശത്തിൽ ഇങ്ങനെ വിളിക്കാണ്. ഓടി 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 ആ മരത്തിന്റെ ചോട്ടിലെത്താൻ വേണ്ടി പോകുന്നതാ. ആ മുയൽ എഴുന്നിട്ട് ആ ചെറുതിനെ പോലെ വീടാമോ വന്ന് ആകെന്താ ചെയ്തെന്നറിയോ? അവിടെ അമ്മയുടെ കൂട്ടുകാരൻ ആദ്യമേ പോയിട്ട് ആ മരത്തിന്റെ ചൂട്ടിലിരുന്നു. ഇപ്പൊ അവിടെ നാമയല്ല, അതേപോലെ അമ്മനെ കണ്ടപ്പെട്ടം തിരിയില്ലല്ലോ. അതേപോലത്തെ കൂട്ടുകാരനായ ആമ പോയിട്ട് മരത്തിന്റെ ചൂട്ടാടിയിരുന്നു. ഓടിയെത്താനാകുമ്പോ ഓടുന്ന ആമ പിന്നില് അല്ലേ? പിന്നിലല്ലേ കൂട്ടുകാരനായ ആമ നല്ല പീഠത്തിന് മുകളിൽ പരാജയപ്പെട്ടു പോയി. ഇങ്ങനെ നിങ്ങൾക്ക് ഉണ്ടായിക്കൂടെ? മക്കളെ ഓർമ്മിക്കുക, നമ്മൾ ജീവിതത്തിൽ ഇങ്ങനെ പലതിനെയും നേരിട്ട് മുന്നോട്ട് പോകുമ്പോ നമ്മളെ പരാജയപ്പെടുത്താൻ ആരൊക്കെയോ ഉണ്ടാവും. അത് മനസ്സിലാക്കിയിട്ട് എല്ലാ തന്ത്രങ്ങളും തിരിച്ചറിഞ്ഞിട്ട് നമുക്ക് ജയിക്കാൻ വേണ്ടി കഴിയണം. മറ്റുള്ളവരെ തോപ്പിക്കാനല്ല, നമുക്ക് ജയിക്കാൻ വേണ്ടി കഴിയണം. എല്ലാവരും ചെയ്യാറില്ലേ? എല്ലാവരും ചെയ്യാറില്ലേ? എല്ലാവരും ആ പേരുകൊണ്ടെല്ലാം താഴെ വെച്ചോ. പേരോട് താഴെ വെച്ചു, ബാഗ് താഴെ വെച്ചു. ഓക്കെ, ഞാൻ ആ എന്ന് പറയുമ്പോ പഠിക്കുക. ആ എന്ന് പറയുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. ഈ എന്ന് പറയുമ്പോൾ രണ്ട് കൈ പൊക്കണം. ഈ എന്ന് പറയുമ്പോൾ എന്ത് വേണം? രണ്ട് കൈ പൊക്കണം. ഊ എന്ന് പറയുമ്പോൾ രണ്ട് കൈയും തലയിൽ വെക്കണം. എ എന്ന് പറയുമ്പോൾ രണ്ട് കൈയും ചുമലും വെക്കണം. ഓ എന്ന് പറയുമ്പോൾ രണ്ട് കൈയും കൂട്ടി തൊഴണം. ഇങ്ങനെ നെഞ്ചിലോട് ചേർക്കണം, തൊഴണം. മനസ്സിലായില്ല? അതിരിക്കും എല്ലാവരും. എഴുന്നേൽക്കുമ്പോ എന്ത് വേണം എന്ന് പറഞ്ഞാൽ ആ ഈ രണ്ട് കൈ, ഊ രണ്ട് കൈയും തലയിൽ, എ ഓ. മനസ്സിലായില്ലല്ലോ? കളി മനസ്സിലായില്ലേ? ആരാ കളിയില് ഔട്ടാവും നോക്കാം നമുക്ക്. കൊച്ചുമക്കളുടെ കയ്യിലുള്ളത് സാരമില്ല, ചേച്ചിമാരായിട്ട് കളിച്ചോട്ടെ, കുഴപ്പമില്ല. കയ്യിൽ ഒരു കളിച്ച റെഡി കളിയിരിക്കും. ഔന്ന് പറയും ഇരുന്നോ, ഔന്ന് പറഞ്ഞാൽ ഇരുന്നോ. ശരി, കളി തുടങ്ങുന്നത്. ഔ ഇരിക്ക, ആ എഴുന്നേക്ക, ഈ രണ്ട് കൈ വെക്കുക, ഊ തലയിൽ വെക്കുക, എ ചുമലിൽ വെക്കുക, ഓ കൈ കൂട്ടി വെക്കുക, നെഞ്ചിനോട് ചേർക്കുക. ഓക്കെ റെഡി? ഓ ആ സോന്നല്ലേ വന്നേ. ഓ നെഞ്ചിനോട് ചേർക്കുന്നേ വേണ്ടേ? ഈ ആരെ എഴുന്നേക്കുന്നത്? കളി ഓർമ്മ ഇരിക്കും. ഒന്നുകൂടി. ഔ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇരുന്നേടത്ത്. ആ എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കും. ഈ എന്ന് പറഞ്ഞാൽ കൈ ഉയർത്തി രണ്ട് കൈയും. ഊ എന്ന് പറഞ്ഞാൽ തലയിൽ വെക്കും. ഐ എന്ന് പറഞ്ഞാൽ ചുമലിൽ വെക്കും. ഓ എന്ന് പറയുമ്പോ ഓക്കെ. ആ ഈ ഊ സോറി അയ്യല്ല, എ ഓ ഔ. ഔ എന്ന് പറഞ്ഞിരിക്കുക. പറയുന്നില്ലേ? റെഡി? ആ ഈ ഔ. ഔ എന്ന് പറയുന്ന പോലെ ഇരിക്കണ്ടേ? എന്നെ പറഞ്ഞ പോലെ ആ ഈ ഊ എ ഓ. ഇല്ല, കളിക്കുന്നില്ല. ശരി. ആ ഈ ഊ എ ഓ ഔ. ഒന്നുകൂടി. ആ ഈ ഊ എ ഓ